അരുൺ, ഇതിലേറെ കൗതുകകരമായ ഒരു കാര്യം, മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിലാണ് ഭൂമി തിരിച്ചു പിടിപ്പിക്കുന്നതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കാര്യങ്ങൾ പറയുന്നത്. അതായത് ജയരാജൻ വളരെ ആത്മാഭിമാനത്തോടെ പറയുകയാണ് വഖഫ് വിഷയം, അല്ലേ? അല്ലെങ്കിൽ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വിവാദമായി ഈ വഖഫ് മാറില്ല, അല്ലെങ്കിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഓർത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു ഏറ്റവും അഭിമാനകരമായി ഇടതു സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അക്കമിട്ട് നിന്നു. അവിടെയും കൃത്യമായി തന്നെ പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വന്ന അല്ലെങ്കിൽ പിന്തുണയോടെ വന്ന UDF സർക്കാർ കടുത്ത വിവേചനമാണ് വഖഫ് വിഷയത്തിലടക്കം കാണിച്ചത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഈ ആത്മകഥയിൽ എന്നതാണ് രാഷ്ട്രീയമായി ഏറ്റവും എടുത്തു നോക്കേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ നേട്ടങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും ഇപ്പുറത്ത് UDF കൃത്യമായ ഒരു മറുപടി കൂടി ഈ വിഷയത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈ ജയരാജന്റെ ഈ ആത്മകഥ വലിയ രീതിയിലുള്ള ഒരു CPM-നെ സംബന്ധിച്ചോളം, സർക്കാരിനെ സംബന്ധിച്ചോളം പ്രതിരോധത്തിലാക്കിയിരുന്നു. അന്ന് മറ്റു പല വിഷയങ്ങളുമാണ് സജീവ ചർച്ചയായിരുന്നെങ്കിൽ, രാഷ്ട്രീയ വിവാദമായിരുന്നെങ്കിൽ, കേരളത്തിൽ ഒന്നാകെ ചർച്ചയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ വഖഫ് വിഷയത്തിൽ കൂടി കൃത്യമായി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിലെ വാക്കുകൾ അത് കൃത്യമായി തന്നെ CPM-നെ സംബന്ധിച്ചോളം ഒരു സെന്റൻസ് ആണ് അതിനകത്ത് കൃത്യമായി ഉള്ളത്. ആ സെന്റൻസ് CPM-നെ സംബന്ധിച്ചോളം യാതൊരു തരത്തിലും സംശയവുമില്ല വലിയ പ്രതിസന്ധി ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ, അതിതീവ്രമായ ശ്രമങ്ങൾ ഇടതുമുന്നണി പിൻവാതിലൂടെയും അതോടൊപ്പം തന്നെ അണിയറയിലും ഒക്കെ തന്നെ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിയാകുമെന്നുള്ള കൃത്യമായ ബോധ്യം ഇടതു സർക്കാരിനും ഇടതു മുന്നണിക്കും CPM-നും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സർവ്വമാർഗങ്ങളും നോക്കുന്നു. അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി സഭകൾ മുന്നോട്ട് പോകുന്നു, സമരസമിതി മുന്നോട്ട് പോകുന്നു. ഇത് കൃത്യമായി തന്നെ ഒരു ജനതയുടെ ഒരു വലിയ വികാരമായി തന്നെ ഈ പ്രശ്നം മാറുന്നു. കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്നു. ആ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വഖഫ് വിഷയം വലിയ ചർച്ചയാകുന്നു. BJP കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ CPM-ന്റെ കൂടി നിലപാട് കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ CPM ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ഇടത് സർക്കാർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അക്കമിട്ട് നിർത്തുന്ന ഈ ഒരു പുസ്തകത്തിലെ ഭാഗം കൂടി പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൃത്യമായി ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയം എങ്ങനെയും തണുപ്പിക്കാനും പ്രശ്നം പരിഹരിക്കാനും എല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ അന്ന് ചെയ്തു കൊടുത്ത നിലപാടുകൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് ഇത് പൊതുജന മധ്യത്തിലേക്ക്, സമരസമിതിയുടെ മുന്നിലേക്കൊക്കെ തന്നെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ CPM പ്രതിരോധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യേണ്ടത്. കാരണം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സമരമായി മുനമ്പം മാറുകയാണ്. മുനമ്പം മാത്രമല്ല, ഈ വഖഫിന്റെ അല്ലെങ്കിൽ സ്വന്തമായുള്ള ഭൂമി നിന്നും കുടിയിറക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ കണ്ണുനീരുണ്ട്. അത് വലിയ പ്രതിഷേധം, അത് മുനമ്പത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ പീഠങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ജയരാജന്റെ ഈ പുസ്തകത്തിലെ ഭാഗം കൂടി പുറത്തു വരുന്നതെന്നാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ആ ഒരു ഭാഗം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും. എന്തായാലും ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാടാണ് ഇനി കൃത്യമായി തന്നെ അറിയേണ്ടത്. ജയരാജന്റെ പുസ്തകത്തിലെ ഈ ഭാഗത്തെ ഒരു കാരണവശാലും CPM-ന് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയായി തന്നെ അദ്ദേഹം തന്നെ എഴുതിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താകും CPM-ന്റെ ഒരു നിലപാട് എന്നതാണ് ഇനി ഏറ്റവും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കൃഷ്ണരാജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അരുൺ, ഈ ഇടത് ഇടപെട്ടു, ചതിക്ക് കൂട്ടുനിന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ഇടതിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണിൽ പൊടിയിടാനെന്ന് പറയേണ്ടി വരും. കാരണം ടേംസ് ഓഫ് റെഫറൻസ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനുവേണ്ട നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ 3 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസത്തിലെടുക്കാൻ, ഒരുപക്ഷെ ഇടത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഇടപെടൽ കൂടി വിശ്വാസത്തിലെടുക്കാൻ സമരക്കാരെ അനുവദിക്കാത്തതല്ലേ ഈ തുറന്നു പറച്ചിൽ?
തീർച്ചയായും സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ അതിൽ കൃത്യമായി തന്നെ സർക്കാരിനെ ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് മുൻ അനുഭവങ്ങൾ തന്നെയാണ്. മുമ്പും ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു, പ്രശ്നം തടുപ്പിക്കാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകുന്നില്ല, അത് ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ സമരസമിതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും 50 ദിവസത്തിലേക്ക് മുൻപത്തെ പ്രതിഷേധമൊക്കെ തന്നെ എത്തുമ്പോൾ എന്തായാലും കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും കൂടുതൽ ആളുകളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമീപനം തന്നെയായിരിക്കും ഈ സമരസമിതി എടുക്കുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കൃത്യമായി ഈ വിഷയം പരിഗണിക്കും എന്നൊക്കെ തന്നെ ഇടതു സർക്കാർ പറയുമ്പോഴും ഇതിനുശേഷം കാട്ടിയ ആ നടപടികളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ വിഷയം തണുപ്പിക്കാനുള്ള നടപടികളൊക്കെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ചതിയായി തന്നെ ഈ ഒരു സഭാ നേതൃത്വങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെ സമരസമിതി കാണുന്നു. എന്തായാലും അതിനിടയിൽ തന്നെയാണ് മുൻപ് ഈ വഖഫിന് വേണ്ടി ഇടതു സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. നമുക്കറിയാം മുസ്ലിം സമൂഹത്തിന് വഖഫ് ഭൂമി നേടിക്കൊടുക്കാൻ ഇടതു സർക്കാർ സഹായിച്ചിട്ടുണ്ടെന്ന വാദവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴാണ് ഇക്കാര്യം വളരെ അഭിമാനത്തോടെ വലിയൊരു നേട്ടമായി സൂചിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും വഖഫ് വിഷയം സജീവമല്ലാതിരുന്ന സമയത്താണ് എഴുതിയത്. പക്ഷേ വഖഫ് വിഷയം ആളിക്കത്തുന്ന സമയത്താണ് പുസ്തകം തിരിഞ്ഞുകൊത്തുന്നു, ബൂമറാങ് ആകുന്നു, CPM പ്രതിരോധത്തിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷനും അരുൺ കൊടുങ്ങൂരും.